ഹലോ വ്യൂവേഴ്സ്, ബ്രാൻഡ് ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം അവിഹിതം തെറ്റിയിരിക്കണ്ട, ഇത് സിനിമ മൂവി നമ്മുടെ 2 ദിവസം മുന്നേ റിലീസായ മൂവി ആയിട്ടുള്ള അവിഹിതം എന്നുള്ള സംഭവം, അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ്. അവിഹിതം പേര് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് നെറ്റി ചുളിക്കും. ഈ പറഞ്ഞ പോലെ ഈ കുട്ടികളുമായിട്ട് പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കും, ഫാമിലി ആയിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കും. രണ്ടാമതൊന്ന് ചിന്തിച്ച് ആൾക്കാരോട് ചോദിച്ച് ചിലപ്പോൾ ആ സിനിമ വേണ്ടാന്ന് തന്നെ, പേര് കൊണ്ട് തന്നെ വേണ്ടാന്ന് ഒറ്റയടിക്ക് കേട്ടപാടെ വെക്കുന്ന ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് പോക്കൂ. ഇത് ജസ്റ്റ് ഒരു അവിഹിത അല്ലെങ്കിൽ ഒരു മസാല മൂവിയൊന്നുമല്ല, ഒരു നല്ല ഫാമിലി മൂവിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മൂവി, അത്യാവശ്യം ഒന്ന് ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉള്ള ഇഷ്ടമുള്ള മൂവികൾ ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് പോകാം. അവിഹിതം എന്ന പേര് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകുന്നതിനോട് ഞാൻ പറയില്ല. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വല്ല സംശയങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ മോശമായിട്ടുള്ള ഒരുപാട് സീനുകളോ അല്ലെങ്കിൽ ഒരുപാട് സംസാരങ്ങളോ അങ്ങനെയുള്ള സിനിമകളൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ന്യൂജൻ മൂവി എന്ന് പറഞ്ഞ് ഇറക്കുന്ന പല മൂവികളെക്കാട്ടിലും ഫാർ ബെറ്ററാണ്. അപ്പം അങ്ങനെ ഒരു ഫാർ ബെറ്റർ മൂവിക്ക് നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. വളരെ ലൈറ്റായിട്ടുള്ള ഒരു സിനിമ, ഒരുപാട് കോമഡി മുഹൂർത്തങ്ങളും നല്ല പാട്ടുകളും ഒക്കെ ഉള്ള ഒരു അടിപൊളി സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാവുന്നതാണ്. ഇതിൻ്റെ ഡയറക്ടർ സെന്ന ഹെഡ് അടിപൊളിയായിട്ട് ഈ മൂവി ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു മാസ് മൂവി ഒന്നും പ്രതീക്ഷിച്ച് പോരുത്. ഒരു ലൈറ്റ്, നമ്മൾ ഈ സത്യനന്ദിക്കാട് മൂവിയൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ സത്യനന്ദിക്കാട് മൂവിയൊക്കെ, ഒരു ഗ്രാമീണത നിറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന ഒരു ചെറിയൊരു പ്ലോട്ട്, അത് വെച്ചിട്ട് അന്ന് ചെറിയൊരു പ്ലോട്ട് വലിച്ചു നീട്ടി അതുകൊണ്ട് നമ്മളെ ബോറടിപ്പിക്കുന്ന പരിപാടിയല്ല. വളരെ നന്നായിട്ട് അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ ഈ അവിഹിതം ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്ന വിനീത് ചേകവർ, അതുപോലെ അമ്മിണി ചന്ദ്രാലയം, അങ്ങനെ അനീഷ് ചെമ്മാർത്തി, അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ വളരെ കുറവാണ് സിനിമയിൽ. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ വളരെ വളരെ കുറവ്. ഇപ്പം നിങ്ങൾ സൂസു ഫ്രം ഇത് കണ്ടല്ലോ, നമ്മുടെ കന്നഡ വന്ന സിനിമ, അതുപോലെ ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന അതുപോലത്തെ ഒരു എന്താ പറയുക, അതുപോലൊരു ഈ പറയുന്ന അതിൻ്റെ അതേ സ്റ്റോറി എന്നല്ല, അതുപോലെ ചെറിയൊരു പ്ലോട്ട്, ആ പ്ലോട്ട് വെച്ചിട്ട് അവർ അതിമനോഹരമായിട്ട് ഈ സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്യായമായിട്ട് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ അറിയുന്ന, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വിനീതിനെ മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം പരിചയം ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രേമലൂരുണ്ടല്ലോ, പ്രേമലൂരല്ല, ഈ പറയുന്ന പോലെ നമ്മുടെ ഈ സിനിമയിൽ സൂപ്പർ ശരണ്യയിൽ ഉണ്ടല്ലോ, അതിനകത്ത് ആ കോളേജിലെ മെയിൻ ആളായിട്ട് മത്തിയൊക്കെ വന്നെടുത്ത് കഴിക്കുന്നത്. അപ്പോൾ അവനാണ് വിനീത് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ കൂടുതലായിട്ടുള്ള, നമുക്ക് അറിയുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാരില്ല ഇതിൽ. നമുക്ക് പെട്ടെന്ന് പരിചയം കിട്ടുന്ന വിനീത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ സ്റ്റാർ കാസ്റ്റുകളും ഇതൊന്നും കണ്ടിട്ട് സിനിമയ്ക്ക് പോകാതിരിക്കേണ്ട. പിന്നെ പ്രത്യേകിച്ച് ഫാമിലിയോടാണ്, ഈ അവിഹിതം എന്നുള്ള പേര് കണ്ടിട്ടും നിങ്ങൾ പോകാതിരിക്കേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. പേര് കണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കേണ്ട. അതുപോലെ കാസ്റ്റ് വൈസ് നോക്കുമ്പോൾ വലിയ താരങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ പോകാതിരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു സിനിമ കാണണം, കുറച്ച് നേരം തിയേറ്ററിൽ ഇരുന്ന് റിലാക്സ് ചെയ്യണം, ഒന്ന് മൈൻഡ് സെറ്റാക്കണം, ഒന്ന് ചിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിഹിതം കാണാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലേക്ക് പോകാം. പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് പറയുവാണെങ്കിൽ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എൻ്റെ അമ്മ ഇതാരും ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കിയില്ല. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതുപോലെ തന്നെ ഇതിനകത്തെ പാട്ടുകളും ഒക്കെ ഭയങ്കര മനോഹരമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്ന് നമുക്ക് നൈസായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് കേട്ടോ, നൈസായിട്ട്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ നാട്ടും പുറത്തൊക്കെ സംഭവിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഈ പറയുന്ന പോലെ ഒരു രാത്രിയിൽ ഒരു ചെക്കനും പെണ്ണും ഒരു ഉമ്മ വെക്കുന്നത് കാണുന്നു. ആ നാട്ടിലെ ഒരു പണിയൊന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത, ഇങ്ങനെ എന്താ പറയണ്ടേ, പ്രായമായിട്ടും വീട്ടുകാരുടെ ചിലവിൽ അല്ലെ നാട്ടുകാരെയും പറ്റിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും, വെള്ളമൊക്കെ അടിച്ച് നടക്കുന്ന ഒരു ജനറേഷൻ, എല്ലാ ജനറേഷനും കാണും അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. അങ്ങനെ ഒരു പെണ്ണും ഒരു ചെക്കനും രാത്രി ഉമ്മ വെക്കുന്നത് കാണുന്നു. അതിൽ ചെക്കൻ്റെ മുഖം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പെണ്ണിനെ മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ അയാളും ആ നാട്ടുകാരും ഒരു കഥ മെനഞ്ഞുണ്ടാക്കി, അത് ഇന്ന ആളാണ് ആ പെണ്ണല്ല ചെക്കൻ എന്നുള്ളത്, പിന്നെ അവർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ് എന്നൊക്കെ ആ നാട്ടുകാർ ഗോസിപ്പ് നടത്തി അങ്ങനെ അവർ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തോടൊന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെയാണ് സിനിമയിൽ മെയിനായിട്ട് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന സെയിം സാധനം തന്നെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഗ്രാമപ്രദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന, അല്ലെങ്കിൽ വലിയ ടൗൺഷിപ്പുകളുടെ കാര്യമെല്ലാം പറയുന്നത്, അത്യാവശ്യം വലിയ ടൗൺ ആയാലും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഇതിനകത്ത് സിനിമോട്ടോഗ്രാഫി ഇതിനുള്ള സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് കേട്ടോ. ഈ സിനിമ കൂടുതൽ നൈറ്റാണ് സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡേ വിഷ്വലുകളുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കൂടുതൽ നൈറ്റാണ്, ഡേ കുറവാണ്. അപ്പോൾ അതിമനോഹരമായിട്ട് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ക്യാമറ വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയുണ്ട്, എഡിറ്റിംഗ് അടിപൊളിയായിട്ട് ഉണ്ട്, ടെക്നിക്കലി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, ഡയറക്ഷൻ ചെയ്യുമ്പോൾ പുള്ളി നന്നായിട്ട് സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ വലിയൊരു പ്രൊമോഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പം വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞാൻ പോയി കണ്ട ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും ഇപ്പോൾ കാലം പോയി കണ്ടാൽ നിങ്ങൾക്ക് 100% ഈ പടം ഇഷ്ടപ്പെടും. കാരണം അങ്ങനെയാണ് ആ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. കാരണം ഒരുപാട് ഇപ്പോൾ വലിയ സിനിമകൾ, കാന്താര അടക്കമുള്ള സിനിമകൾ, വലിയ സിനിമകൾ ഓടുന്നുണ്ട്. അതിനിടയ്ക്ക് മുങ്ങിപ്പോകാതെ നല്ല സിനിമകളെ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് അഭിതം കാണുക. നിങ്ങൾ പേര് കേട്ടോ അല്ലെങ്കിൽ അതിനകത്തെ വേറെ മോശം കണ്ടന്റ് ആയിരിക്കും എന്ന് വിചാരിച്ചോ ഒന്നും നിങ്ങൾ സ്റ്റോറിയിലേ മോശമാണെന്ന് വിചാരിച്ചിട്ടൊന്നും പോകാതിരിക്കണം. നല്ല അത്യാവശ്യം ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന, വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഈ ആവിഹിതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതിനുള്ളിലത്തെ ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരി ഒരു പച്ചയായ മനുഷ്യന്മാരാണ്. വലിയ മേക്കപ്പ് ഒന്നും ഇട്ട് നല്ല പളുപള സാരിയൊക്കെ എടുത്തൊന്നും വരുന്നത്. വളരെ നമ്മൾ നാട്ടിൻപുറത്ത് നമ്മളെങ്ങനെ ആൾക്കാരെ കണ്ട് ശീലിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ആൾക്കാർ വരുന്നത്. ഈ പറയുന്ന പോലെ മേക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, മേക്കപ്പ് ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് ഇല്ല. പച്ചയായിട്ടുള്ളൊരു സിനിമ അങ്ങനെ വേണം. പച്ച മനുഷ്യന്മാരുടെ ഒരു സിനിമ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വലിയൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കഥകളൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ നമ്മളെങ്ങനെ നമ്മുടെ നാട്ടുകാരെയൊക്കെ കാണുന്നു, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നു, അതൊക്കെയാണ് അവർ സിനിമയാക്കി വയ്ക്കുന്നത്. അതുപോലെ പറിച്ച് സിനിമയാക്കിയിരിക്കുകയാണ് ആ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട്. അപ്പോൾ നമുക്കൊരു അതിഭാവത്വം ഒന്നും തോന്നില്ല സിനിമ കാണും. ഇത് നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ, നമ്മളിതിന് സാക്ഷിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നു ഈ സിനിമയിലെ പല മുഹൂർത്തങ്ങൾ കാണുമ്പോഴും. ഒരുപാട് ചിരിക്കാനുണ്ട് കേട്ടോ, ഒരുപാട് ചിരിക്കാനുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും ഒക്കെ അതിമനോഹരമായിട്ട്. അപ്പം നിങ്ങൾ ലൈറ്റായിട്ടൊരു സിനിമ, എന്താ പറയണ്ടേ, ഈ പറയുന്ന പോലെ ഒച്ചയും വെട്ടും ബഹളവും ഒന്നും ഇല്ലാത്ത നല്ലൊരു ഫാമിലിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് നിങ്ങൾ കുട്ടികളുമായിട്ട് പോകാം. ഈ പറയുന്ന പോലെ ചില കുട്ടികൾ ചിലപ്പം അതിൽ സിനിമകളൊക്കെ കാണുമ്പോൾ ചില സംശയങ്ങളൊക്കെ ചോദിക്കും. എന്നാലും അത് നിങ്ങൾക്ക് ഒരിക്കലും മോശമാവില്ല. കാരണം ഇപ്പോഴത്തെ മോഡേൺ സിനിമകളിൽ പല അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടക്കാറുണ്ട്. അതൊക്കെ ഫാമിലിയായിട്ട് പോയി കാണുന്നവർക്ക് ധൈര്യമായിട്ട് കണ്ണും പൂട്ടിയിട്ട് ഫാമിലിയായിട്ട് പോയി കാണാം. അല്ലാത്തവർക്ക് കുഴപ്പമില്ല. എനിക്കൊന്ന് 13+ അങ്ങനെ എന്താണ് ഈ സിനിമയുടെ സെൻസർ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾ അതും കണ്ടിട്ട് ബേജാറായിട്ട് സിനിമയ്ക്ക് പോകാതിരിക്കണ്ട. നല്ല സിനിമയാണ്, നല്ല കഥയാണ്, അതുപോലെ നല്ല ഡയറക്ഷനാണ്. അത്യാവശ്യം നിങ്ങൾക്ക് മുഷിപ്പിക്കാതെ നിങ്ങൾക്ക് സിനിമ കണ്ട് തീർക്കാൻ പറ്റും. കൊടുക്കുന്ന കാശിന് വർത്താണ്, അതാണ് മെയിൻ. അത്യാവശ്യം നല്ല രീതിയിലൊരു പുതിയ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു മൂവി ചെയ്തു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഥ പറയുന്ന രീതിയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും എന്താ പറയണ്ടേ, അതിനകത്ത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും പറയാൻ അങ്ങനെയൊന്നും സിനിമ നോക്കിയിട്ട് സിനിമ ചെയ്യാനോ സിനിമ കാണാനോ ഒന്നും പറ്റുമെന്നില്ല. നിങ്ങൾക്ക് സിനിമ കാണാൻ പോകുന്നതാണോ, അതിനകത്ത് ചിലപ്പോൾ പല സംസാരങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പലതും മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്യും. അല്ലാതെ എല്ലാം നോക്കിയിട്ട് ഒരു സിനിമയുടെ കഥ എഴുതി സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനത്തെ റിവ്യൂ ഒന്നും കേട്ടിട്ട് നിങ്ങൾ പോകാതിരിക്കേണ്ട. അങ്ങനത്തെ മണ്ടന്മാരെ വിട്ടുകളയുക. നല്ല സിനിമകൾ ഫാമിലിയായിട്ട് കാണാൻ താല്പര്യമുള്ള ഒരു സിനിമയ്ക്ക് പോവുക, സിനിമ കാണുക.